മരം മുറിക്കാണ്ട് ഇടയ്ക്ക് കിട്ടിയ ഒരു മുതലാണിത്. ഇപ്പൊ അവിടെ കിടന്ന് ചാവണ്ടെന്നുള്ള നിലയിൽ നമ്മൾ അതിനടുത്ത് കൊടുന്ന് നോക്കി ഉണ്ടാക്കി വിട്ടാക്കിയാലും മുമ്പിൽ പോടില്ല. ഈ കുട്ടികളായിട്ട് ഇപ്പൊ മുമ്പിൽ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുകയാണ്. കഴിഞ്ഞപ്പോ നമുക്ക് ആർക്കെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ചൂടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മുമ്പ് എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്ക് പറഞ്ഞു വരും. മീൻ മാത്രല്ല ഇവിടെ ഇവരിപ്പോ ദോശ കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ തിന്നും. കാരണം ഇവിടെ നീക്കനായിട്ട് മുന്നേ മൂപ്പര് ഇവിടെ മറത്തിരിക്കുന്നുണ്ടാവും. മനുഷ്യരോട് ഒട്ടുമിണങ്ങാത്ത പരുന്തുകൾ ഗ്രാമത്തിലെ കുട്ടികളുടെ ചങ്ങാതിമാരായ കഥ. പറയാൻ പോകുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുന്ന പഴങ്കഥകളിലെ പരുന്തിനെ കുറിച്ചല്ല. കുഞ്ഞുങ്ങളോട് കളിച്ചും നാട്ടുകാരോട് സൗഹൃദം പങ്കുവച്ചും നാട്ടിലെ ചങ്ങാതിമാരായ 2 പരുന്തുകളെ കുറിച്ചാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് മൂക്കുതല കുളഞ്ചേരി ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന പുഞ്ചയിൽ സിനീഷിന്റെ വീട്ടിൽ നിന്നാണ് സൗഹൃദത്തിന്റെ ഈ കൗതുകം നിറഞ്ഞ കാഴ്ച. മരംമുറി തൊഴിലാളിയായ സിനീഷ് 3 മാസം മുമ്പാണ് പറക്കാൻ കഴിയാത്ത 2 പരുന്തൻ കുഞ്ഞുങ്ങളുമായി വീട്ടിലെത്തിയത്. പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ മരം മുറിക്കുന്നതിനിടയിൽ താഴെ വീണ് കിടന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സു വന്നില്ല. കയ്യിലെടുത്ത് വീട്ടിലെത്തി പാലും ഭക്ഷണവും നൽകി പരിപാലിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞതോടെയാണ് പരിപാലിക്കുന്നത് പരുന്താണെന്ന് തിരിച്ചറിയുന്നത്. ആഴ്ചകൾ കഴിഞ്ഞതോടെ ചിറകുകൾ വെച്ച് പറക്കാൻ തുടങ്ങി. മരച്ചില്ലകളിലും മറ്റും പറന്നിരിക്കുന്ന പരുന്തുകൾ സിനീഷിന്റെ വീടിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ദൂരസ്ഥലങ്ങളിലേക്കെല്ലാം പറന്നു പോകുന്ന പരുന്തുകൾ അധികം താമസിക്കാതെ തന്നെ തിരിച്ചെത്തി തുടങ്ങി. മരം മുറിക്കാണ്ട് ഇടയ്ക്ക് കിട്ടിയ ഒരു മുതലാണിത്. ഒരു 3 മാസത്തോളായി. അപ്പൊ നമ്മളിപ്പോ അവിടെ കിടന്ന് ചാവണ്ടെന്നുള്ള നിലയിൽ നമ്മൾ അതിനടുത്ത് കൊടുന്ന് നോക്കി ഉണ്ടാക്കി ഇപ്പൊ ഒരു വിട്ടാക്കിയാലും മുമ്പിൽ പോടില്ല. ഈ കുട്ടികളായിട്ട് ഇപ്പൊ മുമ്പിൽ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുകയാണ്. കൂട്ടിലൊന്നും ആക്കില്ല. സംഗതി ഇപ്പൊ ഇവിടെയൊക്കെ എല്ലാവരും വീട്ടില് വെത്തും തിന്നാൻ കൊടുക്കണത് ഇവരൊക്കെ തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മളെ വീട്ടിൽ പോവില്ല. ഇപ്പൊ നമ്മളിപ്പോ 3 നേരം തിന്നാൻ കൊടുക്കും. കാലത്ത്, ഉച്ചക്ക്, വൈകിട്ട്, അങ്ങനെ ടൈമൊന്നും ഇല്ല. മീൻ മാത്രല്ല ഇവരിപ്പോ ദോശ കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ തിന്നും. കാരണം ഇവിടെ നീക്കനായിട്ട് മുന്നേ മൂപ്പര് ഇവിടെ മറത്തിരിക്കുന്നുണ്ടാവും. മൂപ്പരെ സൗണ്ട് ഇട്ടിട്ടാണ് ഇവിടെ സാധാരണ നീക്കുക. ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണിത്. ഞാനൊക്കെ തിന്നാൻ കൊടുക്കും. പിന്നെ ഞങ്ങളെ കൂട്ടുകാരായിട്ട് കളിക്കാറൊക്കെ ഉണ്ട് ഇതിനായിട്ട്. അപ്പൊ കമ്പനിയാണ്. പരുന്തുകൾക്ക് നൽകാനായി മത്സ്യമോ മാംസമോ സിനീഷ് കരുതി വെക്കും. ഒരു നേരം ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ വീട്ടുമുറ്റത്തെ മരച്ചില്ലയിലോ മതിലിലോ ഇരുന്ന് ബഹളം തുടങ്ങും. എത്ര ഉയരത്തിലാണെങ്കിലും സിനീഷോ പ്രദേശത്തെ കുട്ടികളോ ഒന്ന് ശബ്ദമുണ്ടാക്കി വിളിച്ചാൽ ഇവർ താഴെ പറന്നെത്തും. തിന്നാൻ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ അതും കഴിച്ച് ഏറെ നേരം കുട്ടികളുമായി സൗഹൃദം. വീണ്ടും മരച്ചിലകളിലേക്ക് മടങ്ങും. പ്രദേശത്തെ കുട്ടികളുമായുള്ള പരുന്തുകളുടെ ചങ്ങാത്തം പുറമേ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CNTV.